2 ദിവസം മുമ്പ് പ്രചരിച്ച ഈ ഫോട്ടോയെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബിൻ്റെ ആത്മസുഹൃത്തായ ആര്യ ബഡായി. അപ്പോൾ ഇവിടെ സിബിനും ജാസ്മിൻ്റെ വാപ്പയും ഇങ്ങനെ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു ഫോട്ടോയാണ് സിബിൻ പങ്കുവച്ചത്. അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആര്യ തന്നെ തുറന്നു പറയുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ചെന്നൈയിലെ എയർപോർട്ടിൽ വെച്ചിട്ട് ജാസ്മിന്റെ ഫാദർ ജാഫർ അങ്കിളിനെയും ഉമ്മച്ചീനെയും ഞങ്ങൾ മീറ്റ് ചെയ്ത് ആസ് ഇൻ ആക്സിഡന്റലി കണ്ടതാണ് അവിടെ വെച്ചിട്ട്. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം ഒന്നിച്ചുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈ ചെയ്യായിരുന്നു ഫ്രം ചെന്നൈ, ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലേക്കും. അപ്പം ആ ഒരു 1 hour ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതിനിടയിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഭയങ്കര ഫ്രണ്ട്ലി ടോക്കായിരുന്നു. അവർ ഭയങ്കര നല്ല രീതിയിൽ, ഇൻഫാക്ട് ജാഫർ അങ്കിള് എന്റെ ട്രീറ്റ് ആണ് ഇന്നെന്ന് പറഞ്ഞ് കോഫി വരെ മേടിച്ചു തന്നു. എനിവേസ്, പറഞ്ഞു വരുന്നത്, ജാഫർ അങ്കിളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്റെ പേരും അതിനകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നതും. അപ്പൊ അതിനെപ്പറ്റി ഐ തിങ്ക് ഇനിയിപ്പോ ഐ എം റെഡി ടു ടോക്ക്. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു വേണ്ട, വിട്ടേക്കാം. പക്ഷെ അല്ല, ഇനിയിപ്പോ എന്തായാലും ആ ഒരു 1 hour എന്തൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു കേട്ടോ. ഞാന്, സിബിൻ, ജാഫർ അങ്കിൾ, ജാസ്മിന്റെ ഉമ്മച്ചി, ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച എല്ലാ കാര്യങ്ങളും. ഇതിന്റെ ഇടയിൽ ദിയാസാനെ എടുത്ത ഫോണിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജാഫർ അങ്കിളിന്റെ ഫോണിലാണ് ദിയാസാനെ വിളിച്ചത്. അതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ലൈവ് തന്നെ ആയിക്കോട്ടെ എന്നാ പിന്നെ, കാരണം കുറെ പറയാനുണ്ട്, സ്റ്റോറിയിൽ നിൽക്കില്ല. അപ്പൊ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ലൈവ് വരാം. എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത്, ഈ ജാസ്മിനുള്ളിൽ കിട്ടിയ ടെഡി ബെയറിന്റെ കഥയടക്കം എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 7 മണി മറക്കണ്ട.